മാപ്പിളപ്പാട്ടുകളെ പട്ടുറുമാലിൽ തുന്നിച്ചേർത്ത മാപ്പിള സംഗീതത്തിന്റെ അതുല്യവേദിയാണ് കുട്ടിപ്പട്ടുറുമാൽ. കുട്ടിപ്പാട്ടുകാർ ഒരുക്കുന്ന വലിയ പാട്ടുകളുടെ ഈ വിസ്മയ വേദിയിലേക്ക് ബേബി വിറ്റ പ്രസൻസ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ. ഏവർക്കും സ്വാഗതം. കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 വിജയികളെ കാത്തിരിക്കുന്നു സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസസ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ഷബ്നത്ത, ഫിറോസ്ക ആൻഡ് സജ്ലത്ത. കുട്ടിപ്പാട്ടുകാർക്ക് താളമൊരുക്കാൻ കമറുക്കയും സംഘവും റെഡിയാണ്. സ്വാഗതം ചെയ്യാം ടീം ഓർക്കസ്ട്ര. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ പെർഫോമൻസുമായി വേദിയിലെത്തുന്നു നിത്യഹരിത ഗാനം റൗണ്ടിൽ സിനാൻ. സിനാൻ, നല്ല കോട്ടും സൂട്ടൊക്കെ ഇട്ട് മൊഞ്ചനായിട്ടുണ്ടല്ലോ. ഇതാര സെലക്ഷനാ? ഇതിന്റെ ഏട്ടൻ ഗിഫ്റ്റ് എന്നാണ്. അതെ. ഓക്കെ, അപ്പൊ നിത്യഹരിത ഗാനം റൗണ്ടിലാണ് പാടാൻ പോകുന്നത്. ഏത് പാട്ടാ? കെസുപാടി ആടി വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ? സെമി ഫൈനൽസിന്റെ ആ ഒരു ചൂടിൽ ഒരു ആവേശത്തിലല്ലേ ഇപ്പോ? അപ്പം ഗതിൽ ഉഷാറാക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കെസുപാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ്, കെസുപാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ്, സാരസപ്പുമിഴയുള്ളോളെ ഓമലെ കണ്ണാളെ കാതലെ പെണ്ണാളെ, ഊരും പേരും ചേരും നേരം നാരിയാളെ ചാരത്തന്ന് ചോദിച്ചല്ലോ പിന്നാരം, പാടടി പൂമോളെ ആടടി മയിലാളെ, കെസുപാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ്, സാരസപ്പുമിഴയുള്ളോളെ ഓമലെ കണ്ണാളെ കാതലെ പെണ്ണാളെ. ആരും ചൂടാത്ത പൂവാണു നീ, വേടൻ കാണാത്ത തേനാണു നീ, മറിമാൻ കണ്ണാണ് മതിമാൻ പോലാണ്, മറിമാൻ കണ്ണാണ് മതിമാൻ പോലാണ്, മറിമാൻ കണ്ണുള്ള ചേലൊത്ത പെണ്ണാണു നീ, മഹിയിൽ ബദറൊത്ത ബദനാണു നീ, തളിര് കുളിരിടുന്നു മലര് തഴുകിടുന്നു അഴക് വിടന്നിടുന്നു കരള് പിടഞ്ഞിടുന്നു, തണല് ചൊരയും മധുരം കിനിയും നിധിയെ പനിമതിയോ, പാലുളി ചന്ദ്രികയോ, കെസുപാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ്, കെസുപാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ്, സാരസപ്പുമിഴയുള്ളോളെ ഓമലെ കണ്ണാളെ കാതലെ പെണ്ണാളെ, ഊരും പേരും ചേരും നേരം നാരിയാളെ ചാരത്തന്ന് ചോദിച്ചല്ലോ പിന്നാരം, പാടടി പൂമോളെ ആടടി മയിലാളെ.
കെസുവാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ് കെസുവാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ് സാരസപ്പൂ മഴയുള്ളോടെ ഓമനെ കണ്ണാളെ കാതലെ പെണ്ണാളെ ഒരു പേരും ചേരും നേരം നാരിയാളെ ചാരത്തന്ന് ചോദിച്ചല്ലോ പിന്നാരം പാടടി പൂമോളെ ആടടി മയിലാളെ കെസുവാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ് സാരസപ്പൂ മഴയുള്ളോടെ ഓമനെ കണ്ണാളെ കാതലെ പെണ്ണാളെ ഓമനെ കണ്ണാളെ കാതലെ പെണ്ണാളെ ഓമനെ കണ്ണാളെ കാതലെ പെണ്ണാളെ ഓമനെ കണ്ണാളെ കാതലെ പെണ്ണാളെ ഓമനെ കണ്ണാളെ കാതലെ പെണ്ണാളെ. സിനാൻ എന്ത് തോന്നി പാടി കഴിഞ്ഞപ്പോ? കുഴപ്പമില്ലാതെ പാടി. കമൻസ് ചോദിക്കാം. ഫിറോസ്ക, സെമി ഫൈനൽ റൗണ്ടിൽ നമ്മളിപ്പോൾ ഏത് റൗണ്ടിലാണ് മോൻ പാടിയത്? എവർഗ്രീനിൽ അല്ലേ, നിത്യഹരിത ഗാനം. അപ്പോൾ എൻ്റെ തുറന്നൊരഭിപ്രായം സെമി ഫൈനലിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണെങ്കിൽ സെമി ഫൈനലിൽ മോന് നിത്യഹരിത ഗാനങ്ങൾ ഒരുപാടുണ്ട് അല്ലേ. ഇനിയും എത്രയോ നിത്യഹരിത ഗാനങ്ങൾ നമുക്കുണ്ട്. ഫോർ എക്സാമ്പിൾ മീറാജ് രാവിലക്കാറ്റ്, ഞാനൊരു ഉദാഹരണം പറയുന്നു അല്ലേ. അപ്പോൾ മോന് ഇത് ഒരു അധ്യാപകൻ്റെ അടുത്ത് പോയി പാടിക്കൊടുത്തപ്പോൾ ഈ പാട്ടിൽ വരേണ്ട സംഗതികൾ തൊണ്ടയിൽ വരുന്നില്ല എന്ന അധ്യാപകൻ പറഞ്ഞില്ലേ എന്നൊരു ചോദ്യം എൻ്റെ മുന്നിലുണ്ട്. പറഞ്ഞോ? എന്നിട്ട് പിന്നെ എന്തിന് വീണ്ടും ഈ പാട്ട് തന്നെ തിരഞ്ഞെടുത്തു? കുട്ടികൾ പാട്ട് ഞാൻ ഇടയ്ക്ക് പാടാറുണ്ട്. അപ്പോഴും മോൻ തിരിച്ചറിഞ്ഞില്ല ഇതിൻ്റെ ഉള്ളിലെ ഒരുപാട് സംഗതികൾ ഞങ്ങൾക്ക് പാടിത്തരാൻ പോലും പറ്റാത്ത രീതിയിലാണിത് MG ശ്രീകുമാർജി പാടി വെച്ചിട്ടുള്ളത്. അത്ര ടഫ് സോങ്ങാണ് മോനെ, അത്ര ടഫ് സോങ്ങാണിത്. തിരിച്ച് ഒന്ന് പാടിത്തരാൻ കഴിയില്ല എന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷേ പെട്ടെന്ന് പാടിത്തരാൻ പോലും കഴിയാത്ത ഭാഗങ്ങളാണ് ഈ പാട്ടിൽ നിറച്ചു. സിനാൻ്റെ ഒരു തൊണ്ടയിൽ വരുന്ന സംഗതി വെച്ചാൽ പാടിയത്. മനസ്സിലായോ മോനെ? വളരെ ടഫ് സോങ്ങാണ്. വളരെ ടഫ് സോങ് എന്ന് പറഞ്ഞാൽ വെരി ടഫ്. അപ്പോൾ ഈ സെലക്ഷനോട് ഞാൻ പൂർണ്ണമായിട്ട് വിയോജിക്കുന്നു. മോൻ്റെ ഈ സെലക്ഷനോട് മോന് വളരെ എത്ര പാട്ടുകൾ, ഞാനതാണ് മീറാജ് രാവിലക്കാറ്റ് ഉദാഹരിച്ചത് അല്ലേ. എവർഗ്രീൻ ഹിറ്റല്ലേ. നമ്മളിപ്പോൾ അത് പാടുകയാണെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ വേറൊരു പാട്ടെടുത്തിട്ട് പാടുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പാടിയ പൂനില പുഞ്ചിരി തൂക്കി കെസ്സും പാടി നടന്നൊരു പാവാടക്കാരി റസിയ മറന്നു, വേറൊരു ഉദാഹരണം. എനിക്ക് പാടാൻ കഴിഞ്ഞ പാട്ടുകളിൽ ഒരു എവർലാസ്റ്റിംഗ് ഹിറ്റാണത്, ഇപ്പോഴും വേദികളിലൊക്കെ പാടുന്നത്. അപ്പം അങ്ങനെ ഒരു പാട്ടാണെങ്കിൽ സിനാൻ്റെ തൊണ്ടയിൽ ഈസി ആയിട്ട് വരുമായിരുന്നു. അപ്പോൾ മോനി തിരഞ്ഞെടുപ്പിൽ വളരെ സൂക്ഷിക്കണം പാടുക. താങ്ക് യു ഫിറോസ്ക. സജിലത്ത, ബേണി ഇഗ്നേഷ്യസ് MG ശ്രീകുമാർ കോമ്പിനേഷനിലുള്ള നല്ലൊരു സോങ് തന്നെയാണ്. പക്ഷേ സിനാൻ്റെ ഒരു റോങ് സെലക്ഷൻ തന്നെയാണ് എൻ്റെയും അഭിപ്രായം സിനാൻ. കാരണം സിനാൻ്റെ കഴിവ് തെളിയിക്കാൻ എനിക്ക് തോന്നുന്നത് ഗസലാണെങ്കിലും ഖവാലി ആണെങ്കിലും നമുക്ക് മാക്സിമം നമ്മൾക്ക് ഇംപ്രൊവൈസ് ചെയ്ത് പാടാനും നമ്മളുടെ സ്റ്റൈലിൽ പാടാനൊക്കെ പറ്റുന്ന 2 റൗണ്ട്സാണ് അല്ലേ ഈ ഒരു ഷെഡ്യൂളിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഫിറോസ്ക പറഞ്ഞ പോലെ തന്നെ എവർഗ്രീൻ എന്നൊരു റൗണ്ടിൽ കുറേ സോങ്സ് ഉണ്ടായിരുന്നു സിനാൻ. ഇത് സിനാനെ എടുത്താൽ പൊന്താത്ത ഒരു സോങ്ങാണ്. കാരണം കുറേ അധികം പാടിയെടുക്കാനുണ്ട്. അനുപല്ലവിയിലൊക്കെ കുറേ ഉണ്ട്. മുൻ പല്ലവിയൊക്കെ കുഴപ്പമില്ലാണ്ട് പാടി, പക്ഷെ അനുപല്ലവിയൊക്കെ എത്തിയപ്പോൾ നമ്മളെന്തായാലും ഒറിജിനൽ സോങ്ങിന്ന് കുറച്ചൊക്കെ മാറ്റം വരുത്താം, നമ്മുടെ സ്റ്റൈലിൽ പാടണ്ടെന്ന് പറയില്ല. പക്ഷേ മൊത്തത്തിൽ മോൻ്റെ ഒരു സിംഗിങ്, മോൻ്റെ സ്റ്റൈൽ തന്നെയാണ് അനുപല്ലവിയൊക്കെ മൊത്തം പാടിയിരിക്കുന്നത്. ഒറിജിനൽ സ്റ്റൈലേ അല്ല. കാരണം മോനക്ക് ആ ഒറിജിനൽ പാടിയെടുക്കാൻ ഈ ഒരു പ്രായത്തിൽ പറ്റില്ല. സിനാൻ, ഓൾ ദ ബെസ്റ്റ് സിനാൻ. താങ്ക് യു സജിലത്ത. ഷബ്നത്ത, നന്നായിട്ട് പാടി. മോൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നോ ഈ പാട്ട് പഠിക്കുന്ന സമയത്ത്? ആയിരുന്നു. ഇപ്പൊ പാടിയപ്പോഴോ പറഞ്ഞോ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. അതെനിക്ക് അറിയണമായിരുന്നു. കാര്യം മോൻ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെക്കുറിച്ചൊരു വിലയിരുത്തൽ വേണ്ടേ. മോനത് സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വിഷമമായി പോയേനെ. അതുകൊണ്ടാണ്. എന്തായാലും മോന് തെറ്റ് മനസ്സിലായി എന്ന് എനിക്ക് ബോധ്യമായി. മോനെ പ്രശ്നമൊന്നുമില്ല. കാര്യം ഇത് മോൻ്റെ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. സ്ഥിരമായിട്ട് പാടിക്കൊണ്ട് നടന്ന പാട്ടായതുകൊണ്ട് മോനത് എടുത്തു പോയി. ചില സമയം അങ്ങനെയാണ് നമുക്ക്. കാര്യം മോന് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലായില്ല. ആലാപ് പാടിയത് അതെല്ലാം ഒന്നും മോൻ്റെ മോൻ മാക്സിമം എന്നാത് ശ്രമിച്ചു പാടാൻ വേണ്ടിയിട്ട്. അതാണ് സങ്കടം. മോൻ ഒരുപാട് ശ്രമിച്ചു. ആ ആലാപൊക്കെ പാടിയെടുക്കാൻ വേണ്ടി മോൻ ഒത്തിരി ശ്രമിച്ചു. പക്ഷെ അത് വരുന്നില്ല തൊണ്ടയിൽ.
അത് മാത്രമല്ല, അനുപല്ലവിയിലൊരു താളം വന്നിട്ട് ലാഗാവിയോ എന്തോ ഒരു പ്രശ്നം അനുപല്ലവിയിലുണ്ടായിരുന്നു. ഇനി ഒന്ന് ശ്രദ്ധിക്കും മോനെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മോന് നന്നായിട്ട് നല്ല പാടുന്ന കുട്ടിയാണ്, നമുക്കറിയാം അത് നന്നായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ, കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. സിനാൻ, നമുക്ക് എന്തായാലും മാർക്സ് ചോദിച്ചു നോക്കാം. സജിലത്ത? സിനാന് 27. 27 on 30. ഫിറോസ്ക? 36. 36 on 40. ഷബ്നത്ത? 27. 27 on 30. അപ്പോൾ സിനാന്റെ നിത്യഹരിത ഗാനം റൗണ്ടിൽ 90 മാർക്സ് ആണ് ഔട്ട് ഓഫ് 100. കുഴപ്പമില്ല, 90 മാർക്സ് കുഴപ്പമില്ലാത്ത മാർക്സ് ഒക്കെയാണ്. അപ്പം സിനാന് റിഹ വെഡിങ് സെന്റർ തലശ്ശേരി നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി ഗസൽ റൗണ്ടിൽ പാടാനെത്തുന്നു അഞ്ജലി. അഞ്ജലി, എന്തൊക്കെയാണ് വിശേഷം? നല്ല ഭംഗിയുണ്ട്, വൈറ്റ് ഗൗണും വൈറ്റ് കമ്മല് വൈറ്റ് മാല, ഫുൾ മാച്ചിങ് ആണ്. ഗസൽ റൗണ്ടിൽ ഏത് പാട്ടാണ് പാടുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസൊക്കെ? സെമി ഫൈനൽസിൻ്റെ ഒരു ആവേശത്തിലാണല്ലേ? നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഇങ്ങനെ ഭക്തി നിർഭരമായ ഒരു പാട്ടായിരുന്നു അല്ലേ? ശരിക്കും നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അഞ്ജലിൻ്റെ വോയിസ് ഇങ്ങനെ ചെവിയിലൊന്നടിക്കുമ്പോൾ നല്ല രസമായിരുന്നു. കമൻസ് ചോദിക്കാം. ഷബ്നത്ത നന്നായിട്ട് പാടി കേട്ടോ. ഞാൻ സ്റ്റാർട്ടിങ് പല്ലവിയിൽ 2-3 തിങ്സ് കേട്ടിട്ട് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, മോള് പ്രൊഫഷണൽ രീതിയിൽ, അതായത് പ്രൊഫഷണലി തിങ്സൊക്കെ പാടാൻ പഠിച്ചു വന്നല്ലോ എന്ന്. സന്തോഷമുണ്ട് മോളെ, കാര്യം മോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രൊഫഷണൽ ടച്ച് കൊടുത്തിട്ട് തിങ്സൊക്കെ പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. 2-3 സ്ഥലത്ത് അങ്ങനെ ആ ഒരു രീതിയിൽ തിങ്സ് വന്നിട്ടുമുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് അതിൽ. പിന്നെ ടോപ്പ് പോർഷൻസൊക്കെ കേൾക്കാനായിട്ട് നല്ല സുഖമുണ്ടായിരുന്നു. ആ അനുപല്ലവി ചരണത്തിലൊക്കെ മോൾ ടോപ്പ് പോർഷൻസ് പാടുമ്പോൾ ക്ലീൻ ആയിരുന്നു. നല്ല ഒരു പ്രത്യേക സുഖമായിരുന്നു മോളുടെ ആ വോയിസ്. പിന്നെ മോക്കറിയാമല്ലോ എന്താ പ്രശ്നം എന്ന്. ഇതിപ്പോൾ എന്താ ചെയ്യുക, നമ്മളിങ്ങനെ ഉമിനീര് വരാൻ തുടങ്ങിയാൽ സെമി ഫൈനൽസിൽ. ബാക്കിയെല്ലാം മോൾ നന്നായിട്ടാണ് പാടിയത്, നന്നായിട്ട് പാടി. ഞാൻ പറഞ്ഞില്ലേ, ഒരു നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നതിലൊക്കെ നമുക്ക് വളരെയധികം സന്തോഷമാണ്. കാര്യം നിങ്ങളെ ഈ പറഞ്ഞ പോലെ വളരെ ഇതായിട്ടാണ് ഓരോന്നും തെറ്റ് പറഞ്ഞതെന്നാണ് ഇങ്ങനെ മോൾഡ് ചെയ്തെടുത്ത് കൊണ്ടുവന്നത്. ഈ സെമി ഫൈനൽസ് വരെ നിങ്ങളെ കൊണ്ട് എത്തിച്ചത്. അതുകൊണ്ടാണ്. എന്തായാലും എനിക്കൊത്തിരി സന്തോഷമായി. കുറേയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. ഫിറോസ്ക നന്നായി പാടി മോൾ കേട്ടോ. സെമി ഫൈനലിൻ്റെ ഒരു ഗൗരവത്തിൽ വിലയിരുത്തുമ്പോഴാണ് നമ്മൾ ഈ തൊണ്ടയിൽ വന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ നോക്കേണ്ടത്. നമ്മൾ വലിയ ടഫായ ഒരു സോങ്ങാണ് എടുത്തത്. സത്താർക്കയുടെ പാട്ടാണ്. സത്താർക്ക തന്നെ എഴുതി ഈണമിട്ട് പാടിയൊരു പാട്ടാണ്. ടഫ് സോങ്ങാണ് കേട്ടോ. അതുകൊണ്ട് മോള് നന്നായി തന്നെ പാടി. കുറഞ്ഞ ഭാഗങ്ങളൊക്കെ കുറേയും കൂടെ ഒക്കെ ഒന്ന് ശരിയാവാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ തൊണ്ടയിൽ വന്ന ചെറിയ ഉമിനീരിൻ്റെ പ്രശ്നം, അത് ഞങ്ങളങ്ങനെ വിലയിരുത്താനേ ഞങ്ങൾക്കിപ്പോൾ സാധിക്കൂ ഈ ഒരു ഘട്ടത്തിൽ. നോക്കാം മോളെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. സജ്ലത. അഞ്ജലി, നല്ല സോങ് സെലക്ഷൻ ഈ ഒരു ഗസൽ റൗണ്ടിൽ. മോളുടെ ഈ ഒരു പാട്ട് നമ്മളുടെ പ്രേക്ഷകരൊക്കെ കേൾക്കുമ്പോൾ നന്നായി തന്നെ പറയുള്ളൂ അഞ്ജലി. നന്നായി തന്നെ പാടുന്നുണ്ട് മോള്. പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ തോന്നുന്നത്. അത് മോൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ. മോൾക്ക് നല്ല മാറ്റമുണ്ട് അഞ്ജലി. മോളുടെ സിംഗിങ്ങിൽ നല്ല മാറ്റമുണ്ട്. അതിൽ സന്തോഷമുണ്ട്. മോൾക്ക് നല്ല സംഗതികളൊക്കെ നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട് ഓരോ സംഗതികളൊക്കെ. മോള് ഫസ്റ്റ് പാടിയ ആലാപ്പുണ്ടല്ലോ, അതെന്താണ് മോള് ഭയങ്കര പ്ലെയിനായിട്ടാണല്ലോ പാടിയത്. സംഗതികളൊക്കെ പാടാൻ പറ്റുന്ന കുട്ടിയാണ്, പക്ഷേ എനിക്ക് ആലാപ്പ് തീരെ ഇഷ്ടമായിട്ടില്ല മോളെ. കാരണം ഭയങ്കര പ്ലെയിനായിട്ടാണ് ഫുൾ പാടുന്നത്. പിന്നെ പല്ലവി കുഴപ്പമില്ലായിരുന്നു. അനുപല്ലവിയിലൊക്കെ 2 പ്രാവശ്യം ഉമിനീരിറങ്ങിപ്പോയി. പിന്നെ മോള് പാടി വരുമ്പോൾ ബേസ് പോർഷനൊക്കെ വരുമ്പോഴേക്കും സ്ക്രാച്ച് ആവുന്നുണ്ട് വോയിസിന്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ മോളെ. എന്തായാലും ഈ ഒരു മാറ്റം നല്ലത് തന്നെ. ഇനിയും നന്നായിട്ട് മോൾക്ക് പാടാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ലത. അഞ്ജലി കുട്ടി ചോദിക്കാം. ഫിറോസ്ക 37 on 40. ഷബ്നത്ത 27 on 30. സജ്ലത 27 again on 30. ഇപ്പം അഞ്ജലി കുട്ടീൻ്റെ ഈ ഗസൽ റൗണ്ടിൽ 91 on 100. കുഴപ്പമില്ലാതെ മാത്രം സമ്മാനം വേണ്ട. പ്രിൻസ് പട്ടുപാവാട എറണാകുളം നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. ചേച്ചിനെ കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഹാപ്പി ആയിട്ടൊരു പ്രിൻസസിനെ പോലെ ഇരിക്കുകയാണ് നമ്മുടെ ഖവാലിൻ്റെ ദർബാറിൽ. എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസൊക്കെ? നല്ലതായിരുന്നു. ഈ ചേട്ടന്മാരും നമ്മുടെ കുട്ടി ടീംസൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്തോ? അപ്പം എന്തായാലും എല്ലാവരും കൂടി നല്ലൊരു താള വിസ്മയം തീർത്ത് എല്ലാവരും എൻജോയ് ചെയ്യിപ്പിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓഹോ बहुत को
താക്കോലിട്ടു തുറക്കാൻ സുൽത്താൻ വന്നെത്തി. മൈലാഞ്ചി മൈലാഞ്ചി വട്ടമിലിട്ട് ചമഞ്ഞൊരു മൊഞ്ചെത്തി. നിന്റെ പൂമാരൻ നിക്കാഹിന് പന്തലിൽ വന്നെത്തി. കരിനീല കണ്ണുകൾ നീട്ടി തഞ്ചത്തിൽ പുഞ്ചിരി കാട്ടി. കരിനീല കണ്ണുകൾ നീട്ടി തഞ്ചത്തിൽ പുഞ്ചിരി കാട്ടി. മുത്തി മണക്കാനത്തര് കാത്തിരിക്കണ വമ്പത്തി. നിൻ കൽവകം താക്കോലിട്ടു തുറക്കാൻ സുൽത്താൻ വന്നെത്തി. കാത്തിരിക്കണ വമ്പത്തി. നിൻ കൽവകം താക്കോലിട്ടു തുറക്കാൻ സുൽത്താൻ വന്നെത്തി. Gamani bagare zanida. പന്തലിൽ വന്നെത്തി.
കരിനീല കണ്ണുകൾ നീട്ടി തഞ്ചത്തിൽ പുഞ്ചിരി കാട്ടി. കരിനീല കണ്ണുകൾ നീട്ടി തഞ്ചത്തിൽ പുഞ്ചിരി കാട്ടി. മുത്തി മണക്കാനത്തർ കാത്തിരിക്കണ വമ്പത്തി. നിൻ കൽബകം താക്കോലിട്ടു തുറക്കാൻ സുൽത്താൻ വന്നെത്തി. മൈലാഞ്ചി മട്ടവിലിട്ടു ചമഞ്ഞൊരു മുഞ്ചത്തി. നിന്റെ പൂമാരൻ നിക്കാവിന്റെ പന്തലിൽ വന്നെത്തി. മൈലാഞ്ചി മട്ടവിലിട്ടു ചമഞ്ഞൊരു മുഞ്ചത്തി. നിന്റെ പൂമാരൻ നിക്കാവിന്റെ പന്തലിൽ വന്നെത്തി. മൈലാഞ്ചി മട്ടവിലിട്ടു ചമഞ്ഞൊരു മുഞ്ചത്തി. നിന്റെ പൂമാരൻ നിക്കാവിന്റെ പന്തലിൽ വന്നെത്തി. മൈലാഞ്ചി മട്ടമിലിട്ടു ചമഞ്ഞൊരു മുഞ്ചത്തി. നിന്റെ പൂമാരൻ നിക്കാവിന്റെ പന്തലിൽ വന്നെത്തി. മൈലാഞ്ചി മട്ടമിലിട്ടു ചമഞ്ഞൊരു മുഞ്ചത്തി. നിന്റെ പൂമാരൻ നിക്കാവിന്റെ പന്തലിൽ വന്നെത്തി. മൈലാഞ്ചി മട്ടമിലിട്ടു ചമഞ്ഞൊരു മുഞ്ചത്തി. നിന്റെ പൂമാരൻ നിക്കാവിന്റെ പന്തലിൽ വന്നെത്തി. മൈലാഞ്ചി മട്ടമിലിട്ടു ചമഞ്ഞൊരു മുഞ്ചത്തി. നിന്റെ പൂമാരൻ നിക്കാവിന്റെ പന്തലിൽ വന്നെത്തി. ചേച്ചിനെ കിട്ടി. എന്താ ശരിക്കും ഞങ്ങളൊരു കല്യാണത്തിന്റെ ദർബാറിലിരിക്കും പോലെ തോന്നി. ആ ഒരു മൂഡ് നോക്ക്. നമ്മുടെ പിന്നിൽ ഇവിടെ ഷഹാനക്കുട്ടിയൊക്കെ ആദ്യം ഇങ്ങനെ കൈയടിച്ചൊക്കെ കവാലിരുന്ന ആളെ എഴുന്നേറ്റ് ഇതാ ഇന്ന് ഡാൻസ് ചെയ്തൊക്കെ ആയിരുന്നു. എല്ലാവരും ഒരു ആവേശത്തിലായിരുന്നു അല്ലേ? അതെ. ഓക്കെ, നമുക്ക് കമന്റ്സ് ചോദിക്കാം. സുസ്ലത. ജ്യോത്സ്ന എന്താ അടിപൊളിയായിരുന്നു, തകർത്തു പാടി. ആരാ ഇത് പാടിയ പാട്ട്? ഇത് ഫിറോസ്കയും പാടിയ പാട്ട. ഫിറോസ് ഖാൻ റഹനത്തെയും പാടിയ പാട്ടാണല്ലേ? ഞാൻ മോള് പാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഫിറോസ് ഖാനോട് ചോദിച്ചു, ഫിറോസ് ഖാൻ എങ്ങനെയുണ്ട്? ഫിറോസ് ഖാനോടാണ് ശരിക്കും ചോദിക്കേണ്ടത് അല്ലേ? കാരണം ഫിറോസ് ഖാൻ പാടിയ പാട്ടാണ്. അപ്പം ഫിറോസ് ഖാക്കായിരിക്കും ഏറ്റവും കൂടുതൽ മോൾക്ക് എന്താണ് മോൾ ഈ പാട്ടിൽ പാടിയിരിക്കുന്നത്, എന്തൊക്കെ നന്നായി വന്നു, എന്തൊക്കെ തെറ്റുകൾ വന്നു എന്നുള്ള ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾ ഫിറോസ് ഖാൻ തന്നെ ആയിരിക്കും. ഫിറോസ് ഖാൻ തന്നെ പറഞ്ഞു മോളുടേതായ സ്റ്റൈലിൽ നന്നായി തന്നെ പാടി. ആ ഒരു കവാലി ലാസ്റ്റൊക്കെ ആകുമ്പോൾ എന്തായിരുന്നു സിദ്ദീഖ്, ഒരു രക്ഷയില്ല കേട്ടോ. എന്താണ് ലാസ്റ്റത്തെ ടൈമിംഗ് ഒക്കെ എന്തായിരുന്നു? പിന്നെ ജ്യോത്സ്ന മോള് പാടിയതിൽ പല്ലവിയിൽ നിന്റെ പൂമാരൻ അങ്ങനെയാണ് മോള് പാടുന്നത്. അത് എല്ലായിടത്തും അങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് പാടിയത്. മോൾക്ക് കുറച്ചുകൂടെ അവിടെ ഒന്ന് പൂമാരൻ അങ്ങനെ ഒന്ന് പാടായിരുന്നു എന്ന് തോന്നി. അങ്ങനെയാണ് ശരിക്കും ഒറിജിനൽ. മോള് പൂമാരൻ അങ്ങനെ കേൾക്കാനും സുഖമുണ്ട്, പക്ഷെ അതൊരു പ്രാവശ്യം പാടിയിട്ട് റെപ്പിറ്റേഷനിൽ അങ്ങനെ പാടായിരുന്നു കേട്ടോ. പിന്നെ അനുപല്ലവിയിൽ മോള് പൊതുവേ നമുക്ക് പാടി ഹൈ റേഞ്ചിൽ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് എല്ലാവർക്കും അനുഭവപ്പെടും അല്ലേ? അപ്പോഴാണ് കുറച്ച് പെർഫെക്ഷനൊക്കെ കുറയാറ്. പക്ഷേ ജ്യോത്സ്നയുടെ കാര്യത്തിൽ ഭയങ്കര മാറ്റമായിരുന്നു. കാരണം ഹൈയിൽ വരുന്തോറും എന്തൊരു സ്വീറ്റായിരുന്നു എന്നറിയോ, ഭയങ്കര സുഖമായിരുന്നു ഹൈ പോർഷൻ കേൾക്കാൻ, ഭയങ്കര സ്വീറ്റായിരുന്നു. പിന്നെ മോളുടെ ആറ്റിറ്റ്യൂഡ് നന്നായിരുന്നു. കാരണം അവിടെ ഇരുന്നിട്ട് പാടാൻ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും. ഇരിക്കുമ്പോൾ പോലും മോള് പെർഫോമൻസും ചെയ്യുന്നുണ്ട്, പാടുന്നുമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് സ്വരങ്ങളും പാടുന്നു. സ്വരങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അതുപോലെ ലാസ്റ്റ് പല്ലവിയിൽ ലിങ്ക് വരേണ്ട പോർഷനിലൊക്കെ മോള് സ്വരങ്ങളൊക്കെയാണ് പാടുന്നത്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജ്യോത്സ്ന. അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. ടോട്ടലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു കവാലി കേട്ടൊരു സുഖത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ലത. ഷബ്നത അടിച്ചു പൊളിച്ചു. താങ്ക് യു. ഒരു കണ്ടസ്റ്റൻ്റ് ഇരുന്ന് പാടുന്ന പോലെ തോന്നിയില്ല മോളുടെ എക്സ്പ്രഷൻസ് കണ്ടിട്ട്. അത്രയ്ക്ക് ഒരു വണ്ടർഫുൾ എക്സ്പ്രഷൻസ് ആയിരുന്നു മോള് കൊടുത്തത്. താങ്ക് യു. അതായത് നമ്മളെയൊക്കെ നോക്കിയിട്ട് ശരിക്കും നമുക്ക് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആണെന്ന് ഒന്നും തോന്നിയില്ല മോളിരുന്ന് പാടുന്ന കണ്ടിട്ട്. ലാസ്റ്റൊക്കെ വന്നിട്ട് ആ ഒരു എക്സ്പ്രഷൻസൊക്കെ എന്തോ ഒന്ന് ഈ ദേഹത്ത് കൂടുന്ന മാതിരിയായിരുന്നു. ലാസ്റ്റൊക്കെ വന്നിട്ട് ആ ഡാൻസും
ഭയങ്കര ഒരു എനർജി ആയിരുന്നു, ഒരു സ്പെഷ്യൽ എനർജി ആയിരുന്നു ലാസ്റ്റ് പോർഷൻസിലൊക്കെ. ശരിക്കും ഖവാലി അങ്ങനെയാണ് മോളെ, അതാണ് വേണ്ടത്. ലാസ്റ്റ് വന്നിട്ട് ആ ഒരു എനർജി അങ്ങനെ വരണം. പാടി 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 വന്നിട്ട് ആ ഒരു എനർജി വന്നിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു ഭയങ്കരമായിരുന്നു കാണാനായിട്ട്. പിന്നെ പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടി. പിന്നെ അനുപല്ലവിയിലെ ഒരു ഹൈ റേഞ്ച് പോർഷൻസിനെ പറ്റി പറഞ്ഞു. ഇറ്റ് വാസ് ഒന്നും പറയാനില്ല, അത്രത്തോളം ഗംഭീരമായിരുന്നു. പിന്നെ അനുപല്ലവിയിൽ ഫസ്റ്റ് ലൈൻ എൻഡ് ചെയ്തിട്ട് വരുന്ന ഒരു അകാരം ഉണ്ടല്ലോ, ആ പോർഷൻസ് അത് അനുപല്ലവിയിലും ക്ലിയർ ആയിരുന്നില്ല, ചരണത്തിലും ക്ലിയർ ആയിരുന്നില്ല. മോക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ ഒരു അകാരം അത് 2 സ്ഥലത്ത്, ഞാൻ പിന്നീട് ചരണത്തിൽ അത് ശ്രദ്ധിച്ചിരുന്നു, അത് കറക്റ്റ് ആക്കുമോ എന്ന്. പക്ഷെ ചരണത്തിലും അത് ഉണ്ടായില്ല കറക്റ്റായിട്ട്. ആ ഒരു അകാരം മാത്രമാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം അങ്ങനെ പ്രത്യേകിച്ചും തോന്നിയില്ല മോളെ. ചെറിയ നോട്ടേഷൻസ് ഒക്കെ ചെറുതായിട്ട് ക്ലിയർ അല്ലെന്ന് തോന്നി. പക്ഷെ ആ സ്വരം ഒക്കെ പാടിയത് അസാധ്യമായിരുന്നു. ഒന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. ജോസ്നുകുട്ടി, അപ്പം ഫിറോസ്ക്ക് അതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. സോ ലക്കി അല്ലേ, ആ പാടിയ ആളെ മുന്നിൽ ഇരുന്ന് പാടാൻ പറ്റി. ചോദിച്ചു നോക്കാം ഫിറോസ്ക. KP കുട്ടി വാക്കാട് രചിച്ച് സന്തോഷ് കേപുരം സംഗീതം നൽകി. ഞാനും രഹനയും കൂടെ കുറഞ്ഞ ഡുവേറ്റുകളെ പാടിയിട്ടുള്ളൂ, ഒരുപാട് ഡുവേറ്റ്സ് ഒന്നും പാടിയിട്ടില്ല. ആ പാടിയ കുറച്ച് പാട്ടുകളിൽ നന്നായി പാടാൻ കഴിഞ്ഞ നല്ലൊരു ഖവാലി, അത് മോളെടുത്ത് അതിനേക്കാൾ നന്നായി പാടി. മനോഹരമായിട്ട് ഒരു ഡ്യുവറ്റാണ് മോളെടുത്തത്, ഗംഭീരമായിട്ട് പാടി കേട്ടോ. മോള് ശബനം പറഞ്ഞ ഭാഗം ഏതാണെന്ന് മനസ്സിലായോ മോൾക്ക്? മണവ, അതാണ്, അങ്ങനെയാണ് ആ കണക്ഷൻ പോകുന്നത്, അത്രയേ ഉള്ളൂ. അവിടെ മോള് ആ പിന്നെ ചെറിയ ട്വിസ്റ്റൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്ലെയിൻ പാടിയതിൻ്റെ ഒരു ഫീലിനെ കുറിച്ചാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? പക്ഷെ അത് മോള് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, മോള് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പാട്ടിനെ ഒരിക്കലും ഒരു വൃത്തികേടാക്കാത്ത രീതിയിൽ ഭംഗിയായിട്ട് പാടും സംഗതികളൊക്കെ. മോൾക്ക് വഴങ്ങുന്നത് മോള് കൃത്യമായിട്ട് എടുത്തിട്ട് ഭംഗിയായിട്ട് പാടും. പിന്നെ മോള് ഇവർക്ക് കോറസുകാർക്കൊക്കെ ഇങ്ങനെ പകർന്നു കൊടുത്തില്ലേ പാടേണ്ട ഭാഗങ്ങൾ, അതൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. ഒരു വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റാണ് മോള് കേട്ടോ, നോട്ട് ഓൺലി എ സിംഗർ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ജോസ്നുകുട്ടി നല്ല കമന്റ്സ് ആണ്. വിൽ ഗോ ഫോർ മാർക്സ്. സജിലത്ത. ജോത്സ്നയ്ക്ക് 29.5. 29.5 on 30. ഫിറോസ്ക 39. 39 on 40. ഷബ്നത്ത 29. 29 on 30. ജോസ്നുകുട്ടീൻ്റെ ഖവാലി റൗണ്ടിൽ 97.5 on 100. നല്ല മാർക്സ് ആണ്. അപ്പം ജോസ്നുകുട്ടിക്ക് സമ്മാനം വേണ്ടേ? പ്രിൻസ് പട്ടുപാവട എറണാകുളം നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. സെമി ഫൈനൽ മത്സരങ്ങൾ അതിൻ്റെ ആവേശ കൊടുമുടിയിലാണ്. കുട്ടിപ്പാട്ടുകാർ ആവേശത്തോടു കൂടി മത്സരിക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും ഇതേ സമയം നമ്മൾ വീണ്ടും കാണും. ഇൻ ബേബി വിറ്റ കുട്ടിപ്പട്ടുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ.